കശുവണ്ടി തൊഴിലാളികൾ കൊല്ലത്ത് മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി. കശുവണ്ടി തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളും ജീവിതോപാധികളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സംഗമം. കേരള കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUC ആണ് സമരം സംഘടിപ്പിച്ചത്. കേരള കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സവൻ സത്യനും നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായ കേരള കശുവണ്ടി തൊഴിലാളികളുടെ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ മാർച്ച് ഏതാനും നിമിഷങ്ങൾ 25% ബോണസും 2% എക്സ്ഗ്രേഷ്യയും അനുവദിക്കുക, പ്രാവർത്തികമല്ലാത്ത 3650 ഹാജർ വ്യവസ്ഥ ഒഴിവാക്കി 10 വർഷത്തെ സർവീസ് മാനദണ്ഡം അടിസ്ഥാനമാക്കി PF പെൻഷൻ പുനഃസ്ഥാപിക്കുക, സീസണൽ തൊഴിലാളികളുടെ അവകാശം അംഗീകരിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം നടപ്പാക്കുക, ക്ഷേമനിധി പെൻഷനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ നമുക്ക് കൈനിറയെ നമ്മൾ ആഗ്രഹിക്കുന്ന ബോണസ് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ 15,000-ൽ കുറയാത്ത ബോണസ് നമുക്ക് കിട്ടാൻ ധനകാര്യമന്ത്രിയുടെ സഹായം വേണം. അതേ ഇതിനകത്ത് ഇടപെടണം. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബോണസ് എത്ര 9,000. അത് തന്നെ സ്റ്റാറ്റസ് കോ ഓരോ ബോണസ് ചർച്ചയിലും പറയും സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു 9,000 അല്ലേ? അതാണ് സ്റ്റാറ്റസ് കോ. ഇന്നിപ്പോ ബോണസ് അങ്ങോട്ട് കൂടുമ്പോ യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൂടെ പറയും ശരി നമുക്ക് സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ 9,500. അവിടെ ആർജവത്തോടു കൂടി പറയാൻ CIT ഉണ്ടോ? AITUC തയ്യാറാണോ? ഈ 9,500 കൊണ്ട് ഇത്തവണ ബോണസ് കൊടുക്കാൻ കഴിയില്ല തൊഴിലാളികൾക്ക്, അതുകൊണ്ട് ഒന്നും ആകില്ല. അതുകൊണ്ട് അവരുടെ ന്യായമായ ബോണസ് 15,000 രൂപയിൽ കുറയാത്ത ബോണസ് ഈ കശുവണ്ടി തൊഴിലാളി കൊടുക്കണമെന്ന് പറയാൻ AITUCക്കും ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ? അത് നിങ്ങൾ തയ്യാറാണോ? മന്ത്രി അതിന് ശ്രമിക്കുമോ? മിസ്റ്റർ ബാലഗോപാൽ, നിങ്ങൾക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരിന്റെ വില എന്തെന്നറിഞ്ഞാൽ, അവരുടെ കുടുംബം അനുഭവിക്കുന്ന യാതനകളും വേദനകളും പട്ടിണിയും പരിവട്ടവും കുഞ്ഞുങ്ങളുടെ പഠിത്തവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ബാലഗോപാൽ, കേരളത്തിന്റെ ധനകാര്യമന്ത്രി, കൊല്ലം ജില്ലയിൽ നിന്ന് MLA ആയി മന്ത്രിയായി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ 4 വർഷം കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച അല്ലയോ ധനകാര്യ വകുപ്പ് മന്ത്രി? കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി സിവിൻ സത്യൻ, സൂരജ് രവി, P ജർമിയാസ്, എഴുകോൺ നാരായൺ, D ഗീതാകൃഷ്ണൻ, കോതേത്ത് ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.